ഹലോ ഗൈസ്, സ്നൈപ്പർ ഗെയിംസൊക്കെ ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഗെയിം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഗോസ്റ്റ് സ്നൈപ്പർ എന്നാണ് പേര്. ആൻഡ്രോയിഡിലും അതേപോലെ iOS-ലും ഇത് അവൈലബിൾ ആണ്. ഞാൻ അതിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിലിടാം. നെറ്റ് ഉണ്ടെങ്കിലും നെറ്റ് ഇല്ലെങ്കിലും നമുക്കിത് കളിക്കാൻ പറ്റും. ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി മാത്രം നെറ്റ് ഉപയോഗിച്ചാൽ മതി. ആകെ ഒരു 200-230 MB വരുന്നുള്ളൂ, ഗെയിം വരുന്നുള്ളൂ. ഓഫ്ലൈനിലും കളിക്കാൻ പറ്റും നമുക്ക്. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഇതൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്താണ്. ഇതിൻ്റെ അടിയിൽ വേറെ സ്റ്റെപ്പുകളുണ്ടായിരുന്നു. ഇപ്പോൾ ചാപ്റ്റർ 3 ആയി. ചാപ്റ്റർ 3ലേക്ക് കടക്കാൻ പോവാണ്. അപ്പോൾ ഗെയിം സിമ്പിളാണ്, അതേപോലെ ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇതിനകത്തോടെ ഉപയോഗിച്ചിരിക്കുന്ന ആർമറി ഗണ്ണുകളൊക്കെ അടിപൊളി ഗണ്ണുകളാണ്. ഓരോന്നോരോന്നായി അപ്ഗ്രേഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. മിഷൻസും അടിപൊളിയാണ്. ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കളിക്കാൻ പറ്റുന്നൊരു ഗെയിമാണ്. എന്തായാലും ഒന്ന് നമുക്ക് കളിച്ച് നോക്കാം. ഒരു ലെവൽ കഴിയുമ്പോൾ ഇത് അപ്ഗ്രേഡ് ചെയ്യണം. അപ്ഗ്രേഡ് ചെയ്യാനുള്ള കോയിൻസ് അതേപോലെ ആ മണിയൊക്കെ നമുക്ക് ഇത് കളിക്കുമ്പോൾ തന്നെ കിട്ടും കേട്ടോ. ഈ പ്ലേ ചെയ്യാനായിട്ട് നമുക്ക് ഓരോ പവർ ബോട്ടിലാണ് വേണ്ടത്. ഇതിപ്പോൾ ഓരോ ഗെയിം കളിക്കുമ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു സ്പിൻ ഓപ്ഷൻ വരുന്നുണ്ട്. ജസ്റ്റ് ഒരു ബോണസ് പോലെ കിട്ടുന്നതാണ്. ഓരോ സ്കിപ്പ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടിട്ട് വേണം കളിക്കാനായിട്ട്. അത് ടാർഗറ്റ് ചെയ്തിരിക്കുന്ന റെഡ് കളറിലുണ്ടോ, അതാണ് നമ്മളെ ടാർഗറ്റ്സ്. ഇനി അറ്റാക്ക് ചെയ്യേണ്ടത് നമുക്ക് ഹെഡ് ഷോട്ടിന് എക്സ്ട്രാ പോയിൻ്റ് ഒക്കെ കിട്ടും. നമ്മൾ കില്ലാടി കൊണ്ട് പക്കത്തിൽ എല്ലാത്തിനും ഹെഡ് അടിക്കും. ഹെഡ് ഷോട്ട് കില്ലാടി ഇങ്ങനെ നോട്ടായി കഴിഞ്ഞാൽ ഓടിക്കൊണ്ടിരിക്കും. യെസ്, ഈസിയാണ്, കളിക്കാൻ ഈസിയാണ്. പക്ഷേ കുറച്ചും കൂടി നല്ല രസമാണ്. ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ മിക്കവാറും ഞാൻ ഇല്ലാതായതുകൊണ്ട് വണ്ടിയൊന്നും നമുക്കൊരു പ്രശ്നമില്ല, നമുക്ക് അടിച്ച് തീർക്കാവുന്നേ ഉള്ളൂ. ഗെയിം അടിപൊളിയുണ്ടോ? നമുക്ക് എല്ലാവരും കഴിയുമ്പോൾ അടുത്ത് അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള കോയിൻസ് എല്ലാം മണി തന്നെ കിട്ടും. നമുക്ക് ഇതിനകത്ത് ഈസിയായിട്ട് അപ്ഗ്രേഡ് ചെയ്യാം. നമുക്ക് എല്ലാവരും കൂടെ വേണമെങ്കിൽ കളിച്ചോളാം. ഈസിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നെറ്റിലേക്ക് നമുക്ക് കളിക്കാൻ പറ്റും. നെറ്റില്ലല്ലോ, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. മാപ്പിൽ പോവുക, പ്ലേ ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യുക. തോക്ക് അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുക, നേരെ പ്ലേ ചെയ്യുക. സ്പിൻ ചെയ്യുക, ബോണസ് സ്പിൻ ചെയ്യുക. നമുക്ക് 100% ഡാമേജ് കിട്ടിയിട്ടുണ്ട്. ഇത് സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് കളിയിലേക്ക് പോവാം. ഇതിനകത്ത് കുറച്ച് എനിമീസ് കൂടുതലാണ്. 1 മിസ്സായി, കിട്ടി. ഹെഡ് ഷോട്ട് അടിക്കൽ എല്ലാവരെയും ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇതൊക്കെ അടിച്ച് കഴിഞ്ഞാൽ കുറേ പേര് അങ്ങനെ എത്തും. നമുക്ക് എല്ലാത്തിനും എടുക്കേണ്ട കാര്യമില്ല. ഹെലികോപ്റ്ററിൽ ആളിറക്കുന്നുണ്ട്. ഒരെണ്ണത്തിനെ കാച്ചി, അടുത്തവനെ കാച്ചി, അടുത്തവനെയും കാച്ച. അവൻ്റെ കാലുമേനും കൊണ്ടത് നിലത്തുനിന്ന് എത്താൻ കേട്ടോ, വെടികൊണ്ട് എത്താല്ല. ഗെയിം കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നല്ല രസമുണ്ട് കളിക്കാനായിട്ട്. ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ ബോറില്ല. പിന്നെ സാധാരണ സ്നൈപ്പർ ഗെയിംസിലാണെന്നുണ്ടെങ്കിൽ നെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കളിക്കാൻ പറ്റില്ല. പിന്നെ ഓരോ ഗെയിം ഓരോ ലെവൽ കഴിയുമ്പോഴും ആഡ് കണ്ടുകൊണ്ടിരിക്കും. ഇതിനകത്താണെങ്കിൽ ആഡ് കുറവാണ്. അതുകൊണ്ട് ഈ ഗെയിം കളിച്ച് നോക്കുക, എല്ലാവരും ഒന്ന് അഭിപ്രായം പറയാം. ഓക്കെ, താങ്ക് യു.